നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്ന് ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവിന്റെ 145-ാം ജന്മദിനം രാജ്യം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. അഹിംസയിലും സത്യത്തിലും അധിഷ്ഠിതമായ മാനുഷിക മൂല്യങ്ങൾ ഭാരതീയരെ പഠിപ്പിച്ച ആ മഹാത്മാവിന്റെ സ്മരണകൾക്ക് മുന്നിൽ ഇടുക്കി നെറ്റ് ന്യൂസിന്റെ ഓർമ്മപ്പൂക്കൾ. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ചെറുപുഷ്പം മിഷൻ ലീഗിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കട്ടപ്പനയ്ക്ക് പുത്തൻ അനുഭവമായി. ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് മിഷൻ ലീഗ് കട്ടപ്പന ഫൊറോന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ സെമിനാറും സന്ദേശ റാലിയും സംഘടിപ്പിച്ചത്. തുടരന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങിയ മോഷ്ടാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ മാസം 9-ന് നെടുങ്കണ്ടം ടൌണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയതിന് അറസ്റ്റിലായ തമിഴ്നാട് തൂത്തുക്കുടി വരദരാജപുരം സ്വദേശി മുത്തെന്ന് വിളിക്കുന്ന പേച്ചിമുത്താണ് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള മെറിറ്റ് സീറ്റുകളിലെ പ്രവേശനം വൈകിപ്പിച്ച മാനേജ്മെന്റുകളുടെ വൻ തട്ടിപ്പ്. യഥാസമയം പ്രവേശന നടപടികൾ പൂർത്തിയാക്കാതെ ഒഴിവ് വന്ന സീറ്റുകളിലേക്ക് മാനേജ്മെന്റ് ക്വാട്ടയിൽ പ്രവേശനം നടത്തുവാനുള്ള നടപടികൾ ആരംഭിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. ഇന്ന് ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവിന്റെ 145-ാം ജന്മദിനം രാജ്യം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. അഹിംസയിലും സത്യത്തിലും അധിഷ്ഠിതമായ മാനുഷിക മൂല്യങ്ങൾ ഭാരതീയരെ പഠിപ്പിച്ച ആ മഹാത്മാവിന്റെ സ്മരണകൾക്കു മുന്നിൽ ഇടുക്കി നെറ്റ് ന്യൂസിന്റെ ഓർമ്മപ്പൂക്കൾ. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം മികച്ചൊരു ദാർശനികൻ എന്ന നിലയിലാണ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് ലോകമെങ്ങും അറിയപ്പെട്ടത്. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യവും അഹിംസയും കൈവിടരുതെന്ന് അദ്ദേഹം മനുഷ്യരാശിയോട് ഉപദേശിച്ചു. സത്യാഗ്രഹം അദ്ദേഹത്തെ സംബന്ധിച്ച് കേവലം ഒരു സമരമാർഗം മാത്രമായിരുന്നില്ല, ആത്മശുദ്ധീകരണത്തിനുള്ള ഉപാധി കൂടിയായി ഉപവാസ സമരങ്ങളെ അദ്ദേഹം മാറ്റിത്തീർത്തു. ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ മനുഷ്യന്റെ പരമമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമായിരുന്നു. ഈശ്വരൻ എന്നാൽ സത്യമാണെന്നും ഈശ്വര സാക്ഷാത്കാരത്തിന് സത്യത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അദ്ദേഹം ലോകത്തോട് ആഹ്വാനം ചെയ്തു. ഗാന്ധിയൻ ആദർശങ്ങളിൽ സത്യത്തോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നു അഹിംസയും. ഗാന്ധിജിയെ സംബന്ധിച്ച് അഹിംസ എന്നാൽ കൊല ചെയ്യാതിരിക്കലല്ല, മറ്റൊരുവിന് ദോഷം വരുന്ന ഏത് പ്രവൃത്തിയെയും ഹിംസയുടെ പട്ടികയിലാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്. മാത്രമല്ല, അഹിംസയെ ജീവിതവ്രതമായി സ്വീകരിക്കുന്നവർ തന്നോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാനും ശീലിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. ലാളിത്യവും സർവരുടെയും ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളും ഭാരതത്തിന്റെ മോചനത്തിനുള്ള മാർഗങ്ങളായി സ്വീകരിച്ചുകൊണ്ടാണ് ഗാന്ധിജി തന്റെ പൊതുപ്രവർത്തന ജീവിതം ആരംഭിച്ചത്. 1948 ജനുവരി 30-ന് മതഭ്രാന്തന്മാരുടെ തോക്കിൻകുഴലിൽ നിന്നുതിർന്നു വീണ വെടിയുണ്ടയെ വിരിമാറിലേറ്റുവാങ്ങി രക്തസാക്ഷിത്വത്തിന്റെ അമരത്വത്തെ പുൽകുന്നതുവരെ അദ്ദേഹം തന്റെ ആശയങ്ങളിൽ അടിയുറച്ചു തന്നെ ജീവിച്ചു. ഗാന്ധിയൻ ആദർശങ്ങൾക്ക് ഇന്ന് ലോകമെങ്ങും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അഹിംസ എന്ന ഗാന്ധിയൻ ദർശനത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായും ആചരിക്കുകയാണ്. എന്നാൽ ഗാന്ധിജിക്ക് ജന്മം നൽകിയ ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിയൻ മൂല്യങ്ങളിൽ നിന്ന് ഏറെ അകന്നുപോകുന്നു എന്നാണ് വർത്തമാനകാല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. മനസാക്ഷി മരവിച്ചു പോയ സമകാലീന ഇന്ത്യൻ ജനതയുടെ വീണ്ടെടുപ്പിന് ഗാന്ധിജിയിലേക്ക് മടങ്ങാം എന്നതാവട്ടെ ഇത്തവണത്തെ ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ മുദ്രാവാക്യം. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. വൃത്തിയും വെടിപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശവുമായി സ്വച്ഛ് ഭാരത് മിഷൻ പരിപാടിക്ക് തുടക്കമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ സംഘടനകളുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പഞ്ചവത്സര പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ജീവനക്കാർ 100 മണിക്കൂർ ശുചിത്വത്തിനു വേണ്ടി സ്വമേധയാ ജോലി ചെയ്യും. പദ്ധതിക്ക് തുടക്കം കുറിക്കുന്ന ദിവസം എന്ന നിലയിൽ ചരിത്രത്തിലാദ്യമായി ഇത്തവണത്തെ ഗാന്ധി ജയന്തി ദിനം പ്രവൃത്തി ദിനമായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ ഗേറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തെ 31 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഇന്ന് ഓഫീസിൽ ഹാജരായി ഈ മഹായജ്ഞത്തിൽ പങ്കാളികളായി. രാവിലെ ഓഫീസിലെത്തിയ ജീവനക്കാർ സ്വച്ഛ് ഭാരത് മിഷൻ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് ഓഫീസും പരിസരങ്ങളും തിരഞ്ഞെടുത്ത പൊതുസ്ഥലങ്ങളും ജീവനക്കാർ വൃത്തിയാക്കി. കട്ടപ്പനയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലെയും BSNL എക്സ്ചേഞ്ചിലെയും ജീവനക്കാരാണ് സ്വച്ഛ് ഭാരത് മിഷനിൽ പങ്കാളികളായത്. രാവിലെ 9 മണിയോടെ ഓഫീസുകളിലെത്തിയ ജീവനക്കാർ നാടിനെ ശുചിത്വമുള്ളതാക്കി മാറ്റാൻ പ്രതിവർഷം 100 മണിക്കൂർ സ്വമേധയാ ജോലി ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു. തുടർന്നാണ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്.
കട്ടപ്പന പോസ്റ്റ് ഓഫീസ് ജീവനക്കാരോടൊപ്പം കട്ടപ്പന സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരും പങ്കുചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങൾക്ക് എം.എൻ. രാമകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി കൂത്തോടി, ഹരി എസ് നായർ, സാബു മുട്ടത്ത്, പി.ടി. ഡൊമിനിക്, അനിൽ കോട്ടുതറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. BSNL ഓഫീസിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കട്ടപ്പന സ്വാശ്രയ സംഘാംഗങ്ങളും പങ്കെടുത്തു. കട്ടപ്പന ഇമാം മുഹമ്മദ് റഫീഖ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കാഞ്ചിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ക്ലീൻ കാഞ്ചിയാർ ഗ്രീൻ കാഞ്ചിയാർ പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, ഫ്ലക്സ് ബോർഡുകൾ നിരോധിക്കുക, അന്തരീക്ഷത്തെ മാലിന്യ വിമുക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പഞ്ചായത്തും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കാഞ്ചിയാർ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ, രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ, വ്യാപാരികൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ എന്നിവർ പങ്കെടുത്തു. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ 146ാമത് ജന്മദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിഭാവനം ചെയ്ത ആരോഗ്യ സുരക്ഷ മിഷൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ അതിനുവേണ്ടി നമ്മുടെ ഇവിടെയുള്ള എല്ലാ സന്നദ്ധ സംഘടനകളിലും മർച്ചൻ്റ് അസോസിയേഷൻ്റെ അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, അങ്ങനെയുള്ള അംഗങ്ങളെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മളിന്നിവിടെ ഈ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത്. പഞ്ചായത്ത് അംഗം സിനി സാബു, AG സന്തോഷ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കട്ടപ്പനയ്ക്ക് പുത്തൻ അനുഭവമായി. ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് മിഷൻ ലീഗ് കട്ടപ്പന ഫൊറോന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ സെമിനാറും സന്ദേശ റാലിയും സംഘടിപ്പിച്ചത്. ഫൊറോനയിലെ 20 ഇടവകകളിൽ നിന്നുള്ള 2000-ഓളം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. യുവജനങ്ങളെയും കുട്ടികളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വിപത്തിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആധുനിക ലോകത്തിൽ ലഹരി എന്നത് മദ്യവും മയക്കുമരുന്നും മാത്രമല്ല, മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും അമിതമായ ഉപയോഗവും ലഹരിയുടെ ഭാഗമാണ്. ഇവയും മറ്റു ലഹരികളെ പോലെ മനുഷ്യനെ അടിമകളാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന സന്ദേശവും കൂടിയാണ് പരിപാടിയിലൂടെ പകരാൻ ശ്രമിച്ചത്. പൊതുസമ്മേളനത്തോടെയാണ് ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾ ആരംഭിച്ചത്. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ലഹരി വിരുദ്ധ സന്ദേശ റാലി ആരംഭിച്ചു. കട്ടപ്പന SI TD സുനിൽകുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആയിരക്കണക്കിന് മിഷൻ ലീഗ് അംഗങ്ങളാണ് തൂവെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞും വർണ്ണക്കുടകൾ ചൂടിയും റാലിയിൽ അണിനിരുന്നത്. ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളേന്തിയും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും മിഷൻ ലീഗ് അംഗങ്ങൾ റാലിയിൽ പങ്കാളികളായി. നിരവധി നിശ്ചല ദൃശ്യങ്ങളും റാലിക്ക് കൊഴുപ്പേകി. കട്ടപ്പന നഗരം ചുറ്റി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലാണ് റാലി സമാപിച്ചത്. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ മിഷൻ ലീഗ് അംഗങ്ങൾ ലഹരി വിരുദ്ധ തെരുവു നാടകം അവതരിപ്പിച്ചു. നാട്ടരെ കൂട്ടരെ കണ്ടോളൂ, നാട്ടരെ കൂട്ടരെ കേട്ടോളൂ, നാട്ടരെ കൂട്ടരെ കണ്ടോളൂ. നാടുമുടിക്കണ മദ്യത്തിൻ മായാ കാഴ്ചകൾ കണ്ടോളൂ, നാടുമുടിക്കണ മദ്യത്തിൻ മായാ കാഴ്ചകൾ കണ്ടോളൂ. തുടർന്ന് ജോർജ് കൊയ്ക്കൽ സമാപന സന്ദേശം നൽകി. ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യത എന്ന വണ്ണം, കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞിട്ടെന്ന വണ്ണം, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ മുദ്രാവാക്യം ഉയർത്തുന്ന ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ചെമ്മഞ്ഞ പടയാളികൾ കാലഘട്ടം എന്ന് ആവശ്യപ്പെടുന്ന ഒരു വലിയ സാമൂഹിക വിപത്തിനെതിരെ, ഒരു സാമൂഹിക തിന്മയ്ക്കെതിരെ, അതിനുപരി രാഷ്ട്രപിതാവ് മഹാത്മജി വിഭാവനം ചെയ്ത ഒരു വലിയ സ്വാതന്ത്ര്യത്തിനെതിരെ പടവാളുയർത്തി ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുവാനായി ഈ റാലിയിൽ അണിനിരുന്നുകൊണ്ട് കടന്നു വന്ന നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്. റാലിയിൽ ഏറ്റവും നന്നായി അണിനിരന്ന ഇടവകകൾക്ക് സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. 3001 രൂപ ഒന്നാം സമ്മാനം ലഭിച്ച ഇടവകയ്ക്കും 2001 രൂപ രണ്ടാം സ്ഥാനക്കാർക്കും 1001 രൂപ മൂന്നാം സ്ഥാനക്കാർക്കും ചടങ്ങിൽ വിതരണം ചെയ്തു. അതോടൊപ്പം ഏറ്റവും നല്ല ഫ്ലോട്ടിനും സമ്മാനമുണ്ടായിരുന്നു. പരിപാടികൾക്ക് കട്ടപ്പന ഫെറോന വികാരി ഫാദർ അഗസ്റ്റിൻ കാരിപുറം, രൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ജോർജ് കൊച്ചുപറമ്പിൽ, ചെറുപുഷ്പം മിഷൻ ലീഗ് ഫെറോന ഡയറക്ടർ ഫാദർ തോമസ് തോപ്പിൽ, സിസ്റ്റർ ലിൻസ മരിയ, വിവിധ ഇടവക വികാരിമാർ, സൺഡേ സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി ജനങ്ങളുടെ പ്രതികരണ വേദിയിലേക്ക്. ജനങ്ങൾക്കുമുണ്ട് പറയാൻ. ഇന്ന് കട്ടപ്പനയിൽ നടന്ന ലഹരി വിരുദ്ധ സന്ദേശ റാലിയിൽ പങ്കെടുത്ത കുട്ടികളുടെയും സൺഡേ സ്കൂൾ അധ്യാപകരുടെയും പ്രതികരണങ്ങളാണ് ഇനി. ജനങ്ങൾക്കുമുണ്ട് പറയാൻ.
ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സമൂഹത്തിൽ ലഹരിക്ക് അടിമകളായി അധപതിച്ച് കിടക്കുന്നവരെ ഇതെങ്കിലും കണ്ട് ഒന്ന് അവരെ ജീവിതത്തിലേക്ക് കരകയറട്ടെ എന്നോർത്ത് ഞങ്ങൾ മിഷനിൻ്റെ നേതൃത്വത്തിൽ കൊറോണ മിഷനിൻ്റെ നേതൃത്വത്തിൽ ശക്തമായി നടത്തുന്നൊരു തീർച്ചയായിട്ടും കുടുംബങ്ങളിലും നാടിലും ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഈ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഇതുപോലെ മിഷൻ ലീഗിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ഈ റാലിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മദ്യം നിരോധിക്കണം, മയക്കുമരുന്ന് നിരോധിക്കണം, പുകവലി നിരോധിക്കണം. പിന്നെ ഇന്നത്തെ യുവജനങ്ങളേറെ നേരിടുന്ന ഒരു കാര്യമാണ് ഫേസ്ബുക്കിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഉപയോഗം. അത് നിരോധിക്കണം എന്നുള്ള ആവശ്യത്തോടെ തന്നെയാണ് ഈ റാലി. വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് നല്ലൊരു മാർഗം കൊടുക്കുകയാണെങ്കിൽ അവർ അവരുടെ സമൂഹ വഴി കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചെറിയൊരു ലക്ഷ്യം മാത്രമാണ് CML ഈ കട്ടപ്പന ഫെറാണ് നേതൃത്വം നടത്തിയത്. കൂടുതലായിട്ട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി വരുന്ന തലമുറ ലഹരിയെ വെറുത്തു വീക്ഷിക്കണം എന്നൊരു ഒറ്റാഗ്രഹം മാത്രമേ കൊണ്ടുവരുന്നു. ഇതൊരു ലഹരി വിരുദ്ധ സന്ദേശമാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ലഹരിക്കെതിരെ അനുകൂലമായിട്ട് ഒരു നിലപാട് സ്വീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ഇത് വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ സന്ദേശം കൊടുക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സർവ്വ മനസ്സോടും കൂടി വളരെ തീഷ്ണതയോടെ ഇതിനുവേണ്ടി ഒരുങ്ങി അധ്വാനിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ തന്നെ അവർക്ക് അതിനുവേണ്ട ഒരു ഒരുക്കമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ ഭാവി ജീവിതത്തെ തന്നെ വാർത്തെടുക്കുന്ന വലിയൊരു ഘടകം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷ്ടാവ് രക്ഷപ്പെട്ടു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി മുത്തുവാണ് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞത്. പുലർച്ചെ 3:30 പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോടൊപ്പം സ്റ്റേഷന് പുറത്തിറങ്ങിയ പേച്ചിമുത്തു പിന്നീട് പോലീസുകാരനെ വെട്ടിച്ച് താന്നിമൂട് റോഡിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളെ കോമ്പയാർ ഭാഗത്ത് വെച്ച് കണ്ടതായി നാട്ടുകാർ പറയുന്നു. ഓടി രക്ഷപ്പെട്ട സമയത്ത് ചാര കളർ ടീഷർട്ടും കറുത്ത ജീൻസുമാണ് ധരിച്ചിരുന്നത്. നല്ല ഉയരവും കറുത്ത നിറവുമാണ് ഇയാൾക്ക്. കഴിഞ്ഞ 9-ന് ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയതിന് കോയമ്പത്തൂർ വൃന്ദാവൻ നഗർ കുട്ടി എന്ന് വിളിക്കുന്ന സത്യമൂർത്തി, തൂത്തുക്കുടി വരദരാജപുരം മുത്ത് എന്ന് വിളിക്കുന്ന പേച്ചിമുത്ത്, തൂത്തുക്കുടി ശങ്കരലിംഗപുരം കോമ്പയൻ എന്നിവരെ കഴിഞ്ഞ 27-നാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 3-ാം പ്രതി തൂത്തുക്കുടി സ്വദേശി രമേശ് ഒളിവിലാണ്. 1-ാം പ്രതിയായ സത്യമൂർത്തി 2012-ൽ അടിമാലിയിൽ നിന്നും ടാക്സി കാർ ഓട്ടം വിളിച്ചുകൊണ്ടുപോയി ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ്. ജാമ്യത്തിലിറങ്ങി ഉടുമ്പൻചോലയിലെ ഭാര്യ വീട്ടിൽ താമസിച്ചു വരവെയാണ് ഇയാൾ മോഷണം ആസൂത്രണം ചെയ്തത്. 4 സംഘം സ്ഥാപനം കുത്തിത്തുറന്ന ശേഷം പേച്ചിമുത്തുവാണ് അകത്ത് കയറി മോഷണം നടത്തിയത്. മോഷ്ടിച്ച മൊബൈൽ ഫോണുകളിലൊന്ന് ഇയാൾ ഉപയോഗിച്ചതോടെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇവരെ പോലീസ് പിടികൂടുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ട പേച്ചിമുത്തുവിനായി നെടുങ്കണ്ടം പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഷുക്കൂറിന്റെ നേതൃത്വത്തിൽ അതിർത്തി മേഖലകളായ രാമക്കൽമേട്, തേവാരമെട്ട്, വെസ്റ്റ്പാറ, തമിഴ്നാട് പട്ടണങ്ങളായ കമ്പം, കോമ്പെ, തേവാരം മേഖലകളിൽ പരിശോധന ശക്തമാക്കി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള മെറിറ്റ് സീറ്റുകളിലെ പ്രവേശനം വൈകിപ്പിച്ച മാനേജ്മെന്റുകളുടെ വൻ തട്ടിപ്പ്. യഥാസമയം പ്രവേശന നടപടികൾ പൂർത്തിയാക്കാതെ ഒഴിവ് വന്ന സീറ്റുകളിലേക്ക് മാനേജ്മെന്റ് ക്വാട്ടയിൽ പ്രവേശനം നടത്തുവാനുള്ള നടപടികൾ ആരംഭിച്ചു. അർഹരെ തഴഞ്ഞ് അർഹതയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സീറ്റ് നൽകുന്നത് വഴി മാനേജ്മെന്റുകൾ ലക്ഷ്യം വെക്കുന്നത് വൻ സാമ്പത്തിക ലാഭമാണ്. BSc നഴ്സിംഗ്, ബിഫാം തുടങ്ങി 9 കോഴ്സുകളിലേക്ക് സർക്കാർ മുഖേനയുള്ള LBS എന്ന സ്ഥാപനം മുഖേനയാണ് പ്രവേശനം നടത്തുന്നത്. സർക്കാർ കോളേജുകളിലേക്കും സ്വാശ്രയ കോളേജുകളിലെ 50% മെറിറ്റ് സീറ്റുകളിലേക്കുമുള്ള വിദ്യാർത്ഥികളെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത്. ഇതിൽ സ്വാശ്രയ കോളേജുകളിലെ 50% സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിലാണ് ഇപ്പോൾ അട്ടിമറി നടന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് BSc നഴ്സിംഗ് ക്ലാസുകൾ ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും ഇത്തരം 100ഓളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. മറ്റു കോഴ്സുകളും കൂടി പരിഗണിക്കുമ്പോൾ ഇത് 100 കണക്കിന് സീറ്റുകൾ വരും. സ്വാശ്രയ കോളേജുകൾ ജനറൽ ലിസ്റ്റിൽ നിന്നും മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടക്കേണ്ട സീറ്റുകളാണ് ഇത്. അലോട്ട്മെന്റും സ്പോട്ട് അഡ്മിഷനും പൂർത്തിയായ ശേഷവും ഇങ്ങനെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതിന്റെ നേട്ടം മാനേജ്മെന്റുകൾക്കാണ്. കാരണം ഇത്തരം സീറ്റുകളിൽ ഇവർക്ക് യഥേഷ്ടം പ്രവേശനം നടത്താം, അതുവഴി കോടികൾ നേടാം. മാനേജ്മെന്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിൽ പ്രവേശന നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. സ്വന്തം കുട്ടിക്കായി പ്രവേശനം ആവശ്യപ്പെട്ട ഒരു രക്ഷകർത്താവിനോട് മാനേജ്മെന്റ് സംഘടനാ പ്രതിനിധി പറഞ്ഞത് ഇങ്ങനെ: ഇനി സീറ്റ് വേക്കന്റ് ഉള്ളത് അതാത് കോളേജുകളിൽ എലിജിബിൾ ആയിട്ടുള്ളവരെ അവർക്ക് അഡ്മിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളത് ആരെ സമീപിക്കേണ്ടത്? അതായത് കോളേജുകളിൽ നോക്കണം, കോളേജിൽ സീറ്റ് ഒഴിവുണ്ടോന്ന് അന്വേഷിക്കുക. ആ കോളേജുകളിൽ അന്വേഷിക്കുക, ഒഴിവുണ്ടെങ്കിൽ
കോളേജിന്റെ പ്രിൻസിപ്പളിന് അവരെ അഡ്മിറ്റ് ചെയ്യാം. വേണ്ടത്ര അപേക്ഷകരില്ലാത്തതുകൊണ്ടല്ല ഈ പ്രതിസന്ധി. മെറിറ്റ് സീറ്റുകളിലേക്കുള്ള പ്രവേശനം അനന്തമായി വൈകിച്ചതായിരുന്നു കാരണം. +2-ന് ഉയർന്ന മാർക്ക് ലഭിച്ച കുട്ടികൾ മാനേജ്മെന്റ് സീറ്റുകളിലോ അയൽ സംസ്ഥാനങ്ങളിലെ സ്വാശ്രയ കോളേജുകളിലോ ഇതിനകം പ്രവേശനം നേടുകയും ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം മെട്രോ സിറ്റിയായ കൊച്ചിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ പകർന്ന ഒരു ഹൈറേഞ്ചുകാരിയും. വാർത്തകൾ തുടരുന്നു. ഇനി ഫോക്കസ് ഇടുക്കി. മെട്രോ സിറ്റിയായ കൊച്ചിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ പകർന്ന ഒരു ഹൈറേഞ്ചുകാരിയും. കുട്ടിക്കാനം പള്ളിക്കുന്ന് സ്വദേശിനിയായ ജെനി ഗോപാലനാണ് ആറ്റിറ്റ്യൂഡ് എന്ന ഡിസൈൻ സ്റ്റുഡിയോയുമായി അറബിക്കടലിന്റെ റാണിക്ക് പുത്തൻ ഫാഷൻ ചിന്തകൾ പകർന്നു നൽകുന്നത്. കുട്ടിക്കാനം പള്ളിക്കുന്ന് എന്ന കൊച്ചുഗ്രാമത്തിൽ പീടികത്തറയിൽ ഗോപാലൻ വാസന്തി ദമ്പതികളുടെ ഏക മകളാണ് ജിനി. ആറ്റിറ്റ്യൂഡ് എന്ന സ്ഥാപനവുമായി 3 വർഷം മുമ്പാണ് ജിനി കൊച്ചിയിലേക്ക് എത്തിയത്. ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ചെറുപ്രായത്തിലെ ഏറ്റെടുക്കേണ്ടി വന്ന ഈ പെൺകുട്ടിക്ക് കൊച്ചി എന്ന സ്റ്റൈൽ സിറ്റിയിൽ എന്തു ചെയ്യാനാവുമെന്ന ചോദ്യമുയർത്തിയവർ ഒരുപാടാണ്. തോറ്റുമടങ്ങാൻ ജിനിക്ക് കഴിയുമായിരുന്നില്ല. ഏലപ്പാറയിലും പെരുവന്താനത്തുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജിനിയെ ഡോക്ടറായി കാണണമെന്നായിരുന്നു അച്ഛൻ ഗോപാലന്റെ ആഗ്രഹം. എൻട്രൻസ് പരീക്ഷാഫലം ചതിച്ചതോടെ കിറ്റെക്സ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചത് ജിനിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. VFT പഠനവും തുടർ പഠനവും എല്ലാം ജോലിക്കിടയിൽ തുടർന്നു പോകുന്നു. സുഹൃത്തുക്കളുടെ പൂർണ്ണ പിന്തുണയും ഒപ്പം പലരുടെയും സഹായം കൂടിയായതോടെ ജിനി തന്റെ സ്വപ്നമായ ആറ്റിറ്റ്യൂഡ് എന്ന ഫാഷൻ ഡിസൈനിംഗ് സെന്റർ പടുത്തുയർത്തുകയായിരുന്നു. സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുവായി കാണുന്നവർക്ക് മുന്നിൽ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി പീഡനങ്ങൾക്കും അതിക്രമങ്ങൾക്കുമുള്ള പ്രകോപനമാകരുതെന്ന അഭിപ്രായമാണ് ജിനിയുടേത്. ഫാഷൻ എന്നാൽ ശരീരം പ്രദർശിപ്പിക്കലാണെന്നത് തെറ്റായ ധാരണയാണ്. മേനിയഴക് പ്രദർശിപ്പിക്കുന്ന തരത്തിൽ താൻ ഒരിക്കലും വസ്ത്രങ്ങൾ ഡിസൈനിങ് ചെയ്തിട്ടില്ല എന്നും ഇനി അതുണ്ടാവില്ലെന്നും ജിനി വ്യക്തമാക്കുന്നു. ന്യൂ ജനറേഷൻ കാലത്ത് ആർക്കും ആരോടും പ്രതിബദ്ധതയില്ലെന്ന് പറയാറുണ്ടെങ്കിലും സാമൂഹിക സേവന രംഗത്ത് സജീവമാണ് ഈ ന്യൂ ജനറേഷൻകാരി. ഓൾ കേരള ബ്ലഡ് ഡൊണേഴ്സ് അസോസിയേഷൻ അംഗവും സ്പന്ദനം ലൈഫ് കെയർ ഫൗണ്ടേഷൻ മാനേജ്മെന്റ് ഡയറക്ടർമാരിൽ ഒരാളുമാണ് ജിനി. സ്ഥാപനം തുടങ്ങുമ്പോഴുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിച്ചു വരുന്നതിനിടയിലും ജിനി തന്റെ സമ്പാദ്യത്തിൽ ഒരു പങ്ക് സാമൂഹിക സേവനത്തിനായി മാറ്റിവെക്കുന്നു. സിനിമ, ആൽബം, മാഗസിൻ, പോർട്ട്ഫോളിയോ, ഈവന്റ്സ്, വിവാഹം, നൃത്തപരിപാടികൾ എന്നിവയ്ക്കു വേണ്ടിയാണ് ജിനി വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. ആറ്റിറ്റ്യൂഡിനെ ഉയർച്ചയിലേക്ക് നയിക്കുകയാണ് ജിനിയുടെ ലക്ഷ്യം. അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കൃതിക്ക് പിന്തുടർച്ചയായി കുരുന്നുകൾ. തൊടുപുഴ കരിങ്കുന്നത്തെ 7.5 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ വിളവെടുപ്പിനാണ് കുരുന്നുകളും കർഷകർക്കൊപ്പം ചേർന്നത്. സ്കൂൾ യൂണിഫോം മാറ്റി പാടത്തെ ചതുപ്പിലേക്കിറങ്ങുമ്പോൾ കുട്ടികൾക്കാദ്യം കൗതുകമായിരുന്നു. കൊയ്ത്തുപാട്ട് ഉയർന്നതോടെ കൗതുകം ആവേശമായി. ചിലർ കൊയ്ത്തുപാട്ട് ഈണത്തിൽ പാടി, ചിലർ കൊയ്ത്തരിവാളുമായി കൊയ്യാനിറങ്ങി. വായിച്ചു മാത്രം പരിചയമുള്ളവ നേരിട്ടറിഞ്ഞപ്പോൾ ആവേശം. അന്യം നിന്നുപോയ കാർഷിക സംസ്കൃതി പുതുതലമുറയിലേക്ക് പകർന്നതിന്റെ ആവേശം മുതിർന്നവർക്ക്. വർഷങ്ങളായി തരിശായി കിടന്ന 7.5 ഏക്കർ പാടശേഖരമാണ് കരിങ്കുന്നം കതിർ ഗ്രൂപ്പ് കൃഷിയിറക്കി 100 മേനി കൊയ്തത്. കൊയ്ത്തുത്സവം നാടിന്റെ ഉത്സവമായപ്പോൾ കുട്ടികൾക്ക് അത് പുതിയ അനുഭവമായി മാറി. ആലപ്പുഴ മധുര സംസ്ഥാന പാത കയ്യേറി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ആരോപണം. ചേലച്ചുവട് പെരിയാർ വാലി പാലത്തിനു സമീപം സ്വകാര്യ വ്യക്തി റോഡ് പുറമ്പോക്ക് കയ്യേറി കെട്ടിടം നിർമ്മിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. ഉപജീവനത്തിനായി റോഡ് വക്കിൽ പെട്ടിക്കട സ്ഥാപിച്ചാൽ തന്നെ 24 മണിക്കൂറുകൾക്കുള്ളിൽ അനധികൃതമാണ് എന്നതിന്റെ പേരിൽ അവ പൊളിച്ചു നീക്കുന്ന നിയമപാലകരാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ. എന്നാൽ ഇത്തരം ഉദ്യോഗസ്ഥർ തലങ്ങും വിലങ്ങും യാത്ര ചെയ്യുന്ന സംസ്ഥാനപാത കയ്യേറി ചില പ്രമുഖർ നടത്തുന്ന അനധികൃത നിർമ്മാണങ്ങൾ മാത്രം PWD ഉദ്യോഗസ്ഥർ കാണുന്നില്ല. ആലപ്പുഴ മധുര സംസ്ഥാനപാതയിൽ ചേലച്ചുവട് പെരിയാർ വാലി പാലത്തിന് സമീപമാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ
ചില സ്വകാര്യ വ്യക്തികൾ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അടിത്തറയിട്ട് തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് മാസങ്ങൾക്ക് ശേഷമാണ്. ഏകദേശം 50 അടിയിലേറെ നീളവും 15 അടിയോളം വീതിയുമുള്ള ഈ കെട്ടിടം സിമന്റ് ഇഷ്ടികയും ആസ്പെറ്റോസും ഉപയോഗിച്ച് ഉറപ്പോടുകൂടി നിർമ്മിക്കുവാൻ മാസങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുവഴി കടന്നുപോകുന്ന PWD ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. പകൽ സമയം കാര്യമായ ആൾപെരുമാറ്റമില്ല എങ്കിലും രാത്രികാലങ്ങളിൽ ഇവിടെ മദ്യപാനികൾ താവളമാക്കുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇവിടം കേന്ദ്രീകരിച്ച് പെരിയാറിൽ നിന്നും മണൽക്കടത്തും വ്യാപകമാണ്. രാത്രികാലങ്ങളിൽ ചില രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ചേർന്ന് ഇവിടെ പെരിയാർ വാലി പാലത്തിന് സമീപം മണൽ വാരിക്കൂട്ടുകയും ഈ മണൽ ലോറിയിലും ചെറുവാഹനങ്ങളിലുമായി കയറ്റിവിടുകയും ചെയ്യുന്നതായും ആരോപണമുണ്ട്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ചില ജനപ്രതിനിധികളും വില്ലേജ് ഉദ്യോഗസ്ഥരും പണം വാങ്ങി ഈ മാഫിയയ്ക്ക് ആവശ്യമായ സഹായം ചെയ്യുന്നുവെന്നാണ് രഹസ്യവിവരം. പെരിയാർ വാലി കേന്ദ്രീകരിച്ച് മാസങ്ങളായി നടന്നുവരുന്ന ഈ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മുൻപോട്ട് വരാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. സാധാരണക്കാരുടെ ഭവന പദ്ധതിയായ EMS ഭവന നിർമ്മാണ പദ്ധതികൾ പോലും നിയമത്തിന്റെ നൂലാമാലകളിൽ വലിച്ചിഴച്ച് തടസ്സം സൃഷ്ടിക്കുന്ന വില്ലേജ് പഞ്ചായത്ത് അധികൃതർ ഇത്തരം കയ്യേറ്റക്കാർക്ക് വൻതുക കൈപ്പറ്റിക്കൊണ്ട് സഹായം ചെയ്യുന്നുവെന്നതാണ് പൊതുവെയുള്ള ആരോപണം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വിലയിടിവിനൊപ്പം കുരുമുളക് ചെടികൾക്ക് രോഗബാധകൾ വർദ്ധിച്ചതോടെ കർഷകർ പ്രതിസന്ധിയിൽ. കുരുമുളക് ചെടികളെ ബാധിച്ച ദ്രുതവാട്ട രോഗമാണ് ഹൈറേഞ്ചിലെ കുരുമുളക് കൃഷിക്ക് തിരിച്ചടിയായിരിക്കുന്നത്. സർവകാല റെക്കോർഡ് ഭേദിച്ച വില കുത്തനെ ഇടിഞ്ഞതിനൊപ്പമാണ് കുരുമുളക് ചെടികളിലെ രോഗബാധ കർഷകരെ വലയ്ക്കുന്നത്. ദ്രുതവാട്ടം ബാധിച്ച് കുരുമുളക് ചെടികൾ ഉണങ്ങി നശിക്കുന്നതിനെ പ്രതിരോധിക്കാനാകാതെ കർഷകർ ബുദ്ധിമുട്ടുകയാണ്. ഉൽപാദനത്തിൽ വൻ കുറവുണ്ടാകുമെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റ് കാർഷിക വിളകൾ വിലത്തകർച്ച നേരിട്ടപ്പോൾ പ്രതീക്ഷ നൽകിക്കൊണ്ട് കറുത്ത പൊന്ന് റെക്കോർഡ് വിലയിലെത്തിയിരുന്നു. പക്ഷേ ഉൽപ്പന്നം ശേഖരിച്ചു വെക്കാത്തതിനാൽ കർഷകർക്ക് കാര്യമായ നേട്ടമുണ്ടായില്ല. കുരുമുളക് സ്റ്റോക്ക് ചെയ്തിരുന്ന ഇടനിലക്കാരാണ് നേട്ടം കൊയ്തത്. ശരാശരി 400 രൂപ ലഭിച്ചിരുന്ന കുരുമുളക് വില ആഴ്ചകൾക്കുള്ളിൽ 700 കടന്നപ്പോൾ 1000 പിന്നിടുമെന്ന് വരെ പ്രചരണമുണ്ടായി. എന്നാൽ കുതിപ്പ് 750 താഴെ അവസാനിച്ചു. തുടർന്ന് വില ഇടിയാൻ തുടങ്ങി. നിലവിൽ 630 താഴെയാണ് വില. വിലയിടിഞ്ഞതോടെ കൃഷിപ്പണിക്ക് പണം മുടക്കാൻ കർഷകർ വിമുഖത കാട്ടുകയാണ്. വളങ്ങളുടെ വിലയും തൊഴിലാളികളുടെ കൂലിയും വർദ്ധിച്ചതും കർഷകരെ വലയ്ക്കുന്നു. ഏറെ പ്രതീക്ഷകളോടെ പ്രവർത്തനം ആരംഭിച്ച നെടുങ്കണ്ടം പപ്പിനിമേട്ടിലെ ടെലിസ്കോപ്പിക് പാർക്ക് അവഗണനയുടെ നടുവിൽ. 1.5 വർഷമായി അടഞ്ഞുകിടക്കുന്ന പാർക്ക് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. 2012 ചുറ്റുമതിൽ നിർമ്മിക്കുകയും പാർക്ക് മോടി പിടിപ്പിക്കുകയും ചെയ്തതോടെ വൈകുന്നേരങ്ങളിൽ കുടുംബസമേതം ഇവിടെ എത്തി കാഴ്ചകൾ കണ്ടും മടങ്ങുന്നവർ നിരവധിയായിരുന്നു. ടെലസ്കോപ്പിലൂടെയുള്ള വാനനിരീക്ഷണമായിരുന്നു പാർക്കിന്റെ പ്രധാന ആകർഷണം. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ടെലസ്കോപ്പ് ഇവിടെ നിന്നും മാറ്റേണ്ടി വന്നു. വാച്ച് ടവറിൽ നിന്നും രാമക്കൽമേടിലെ കാറ്റാടിപ്പാടങ്ങൾ, കല്ലാർപ്പുഴ, എഴുകുമ്പയൽ കുരിശുമല, നെടുങ്കണ്ടം ടൗൺ, മതികെട്ടാൻ മലനിരകൾ, ഒബ്സർവേറ്ററി മലനിരകൾ എന്നിവയുടെ മനോഹര ദൃശ്യം ഏറെ ആകർഷകമാണ്. തെളിഞ്ഞ അന്തരീക്ഷമുള്ള ദിവസങ്ങളിൽ മനോഹരമായ ആകാശ കാഴ്ചകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. പാർക്കിലേക്ക് നിരവധി ആളുകൾ എത്തിത്തുടങ്ങിയതോടെ പാർക്കിന്റെയും സ്നാക്സ് ബാറിന്റെയും നടത്തിപ്പിനായി കരാർ നൽകി. എന്നാൽ 1.5 വർഷം മുൻപ് കരാർ അവസാനിച്ചതോടെയാണ് പാർക്കിന്റെ ശനിദശ ആരംഭിക്കുന്നത്. ഇതോടെ പാർക്ക് സാമൂഹ്യവിരുദ്ധരുടെ താവളമായി. സ്കൂൾ പാർക്കിന്റെ ഗേറ്റുകൾ അടിച്ചു തകർത്ത നിലയിലാണ്. വയറിംഗ് പൈപ്പുകളും വയറിംഗും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. മീറ്ററിലേക്കുള്ള സർവീസ് വയർ ഏത് നിമിഷവും വിച്ഛേദിക്കപ്പെടാം. പാർക്ക് അലങ്കരിക്കുന്നതിനായി മതിലുകളിൽ സ്ഥാപിച്ചിരുന്ന അലങ്കാര ബൾബുകളും പാർക്കിന്റെ വിവിധ സ്ഥലങ്ങളിൽ വെളിച്ചത്തിനായി സ്ഥാപിച്ചിരുന്ന ലൈറ്റുകളും മോഷ്ടിക്കപ്പെട്ടു. പാർക്കിലെത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായി നിർമ്മിച്ച ടോയ്ലറ്റുകളുടെ വാതിലുകൾ എറിഞ്ഞു തകർത്ത നിലയിലാണ്. ഇതിന്റെ പൂട്ടുകളും തകർത്തിട്ടുണ്ട്. 3-ാം നിലയിൽ ടെലസ്കോപ്പ് വയ്ക്കുന്നതിനായി നിർമ്മിച്ച മുറിയുടെ ഷട്ടറുകൾക്കും കേടുപാടുകളുണ്ട്. രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. നെടുങ്കണ്ടം മേഖലയുടെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ച് നിർമ്മിച്ച പാർക്ക് എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്തി പുനർലേലം ചെയ്യണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് നാളെ തുടക്കമാകും. 3 ദിവസങ്ങളിലായാണ് പഞ്ചായത്തിൽ കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. കേരളോത്സവത്തിന്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നു. വെള്ളിലാംകണ്ടം കൈരളി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ ജെയിംസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ ജോയ് തോമസ്, VK കുട്ടപ്പൻ, കൊഴിമല രാജാവ്, രാമൻ രാജമന്നൻ, പഞ്ചായത്ത് സെക്രട്ടറി സാബു ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളെയും സാംസ്കാരിക സംഘടനകളെയും പ്രതിനിധീകരിച്ച് 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കേരളോത്സവം 2014 ക്രിക്കറ്റ് കളിയുടെ മത്സരങ്ങൾ വെള്ളിലാങ്കണ്ടം വാട്ടർ ലെവലിൽ വെച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കാഞ്ചിയാർ പഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് വളരെ ആവേശത്തോടുകൂടി ക്രിക്കറ്റ് കളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയികൾക്ക് 5-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ട്രോഫികൾ വിതരണം ചെയ്യും. കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് റോഷി അഗസ്റ്റിൻ MLA നിർവഹിക്കും. ഇതോടൊപ്പം കാഞ്ചിയാർ പഞ്ചായത്തിൽ പുതിയതായി അനുവദിച്ചിരിക്കുന്ന ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനോദ്ഘാടനവും നടക്കും. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന് 20,320 രൂപ, 1 ഗ്രാം
2540 രൂപ, വെള്ളി ഗ്രാമിന് 38 രൂപ. കമ്പോള വാർത്തകൾ. ഏലം കൂടിയ വില 750 രൂപ, കുറഞ്ഞ വില 700 രൂപ. കുരുമുളക് 630 രൂപ, കാപ്പി 140 രൂപ. റബ്ബർ 110 രൂപ, ഗ്രാമ്പു 1000 രൂപ. കൊക്കോ 37 രൂപ, ജാതി 300 രൂപ, ജാതിപത്രി 700 മുതൽ 1000 രൂപ വരെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇന്ന് ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവിന്റെ 145ാം ജന്മദിനം രാജ്യം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. അഹിംസയിലും സത്യത്തിലും അധിഷ്ഠിതമായ മാനുഷിക മൂല്യങ്ങൾ ഭാരതീയരെ പഠിപ്പിച്ച ആ മഹാത്മാവിന്റെ സ്മരണകൾക്ക് മുന്നിൽ ഇടുക്കി നെറ്റ് ന്യൂസിന്റെ ഓർമ്മപ്പൂക്കൾ. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ചെറുപുഷ്പം മിഷൻ ലീഗിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കട്ടപ്പനയ്ക്ക് പുത്തൻ അനുഭവമായി. ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് മിഷൻ ലീഗ് കട്ടപ്പന ഫൊറോന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ സെമിനാറും സന്ദേശ റാലിയും സംഘടിപ്പിച്ചത്. തുടരന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങിയ മോഷ്ടാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ മാസം 9-ന് നെടുങ്കണ്ടം ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയതിന് അറസ്റ്റിലായ തമിഴ്നാട് തൂത്തുക്കുടി വരദരാജപുരം സ്വദേശി മുത്തെന്ന് വിളിക്കുന്ന പേച്ചിമുത്താണ് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള മെറിറ്റ് സീറ്റുകളിലെ പ്രവേശനം വൈകിപ്പിച്ച മാനേജ്മെന്റുകളുടെ വൻ തട്ടിപ്പ്. യഥാസമയം പ്രവേശന നടപടികൾ പൂർത്തിയാക്കാതെ ഒഴിവ് വന്ന സീറ്റുകളിലേക്ക് മാനേജ്മെന്റ് ക്വാട്ടയിൽ പ്രവേശനം നടത്തുവാനുള്ള നടപടികൾ ആരംഭിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.